الحمد لله العزيز الحكيم الكريم المعبود، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة في النار. أيها الناس، أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم، والله يحيي ويميت والله بما تعملون بصير. صدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശരിയായ സ്വഭാവത്തിൽ പാലിച്ച് സജ്ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അതീവ ശ്രദ്ധയോടെ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചകളായി ഫലസ്തീനിൽ നടന്ന വളരെ ഭീകരമായ മനുഷ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തെ നിലപാടുകളെ, മുസ്ലിം സമൂഹത്തിൻ്റെ സമീപനങ്ങൾ പരിശോധന അർഹിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി ചില കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത്. ഇപ്പോൾ ലോക വാർത്താ മാധ്യമങ്ങൾ നമ്മോട് പറയുന്നത് ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ഭീകരമായ മനുഷ്യക്കുരുതി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അത് മുസ്ലിം സമൂഹത്തിന് ഈ മനുഷ്യക്കുരുതിയോടുകൂടി മുസ്ലിം ലോകത്ത് വളരെ പരോക്ഷമായ സ്വഭാവത്തിൽ അദൃശ്യമായി നടക്കുന്ന വളരെ ശക്തമായ ഒരു പ്രചാരണമുണ്ട്. ആ പ്രചാരണം കണ്ടില്ലെന്ന് നടിക്കാൻ മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ എന്നർത്ഥത്തിൽ നമുക്ക് സാധ്യമല്ല.
ആ പ്രചാരണത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ നേരത്തെ പല ഖുതുബകളിലൂടെയും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി അത് നമ്മുടെ മുമ്പിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നത് കാലത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും താല്പര്യമാണ് എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇവിടെ. വളരെ അദൃശ്യമായി പരോക്ഷമായി നടക്കുന്ന പ്രചാരണം മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം, വ്യക്തമായി പറഞ്ഞാൽ ഫലസ്തീനിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകരമായ രാഷ്ട്രവുമായി വിട്ടുവീഴ്ചക്ക് സന്നദ്ധമല്ലാത്ത ഒരു വിഭാഗം, അവർ വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു. ആ സമീപനത്തിന്റെ ഫലമായാണ് ഇതുപോലെയുള്ള ഭീകരമായ യുദ്ധങ്ങൾ മുസ്ലിം സമൂഹം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കുരുതി കൊടുക്കപ്പെടുന്നത്, ചുവന്ന മരണത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്, രക്തസാക്ഷികളാകേണ്ടി വന്നത് ഒരു വിഭാഗം, വളരെ ചെറിയൊരു ന്യൂനപക്ഷം ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായ സ്വഭാവത്തിൽ അക്രമത്തിനും അനീതിക്കും നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളുടെ ആജ്ഞാനുവർത്തികളാകാൻ സന്നദ്ധമാകുന്നില്ല. ഇത്രയധികം മനുഷ്യ മക്കളെ കുരുതി കൊടുത്തിട്ട് നമുക്കെന്ത് കിട്ടി? മുസ്ലിം സമൂഹത്തിന് എന്ത് കിട്ടി? ഏകദേശം 2000-ഓളം മനുഷ്യർ നമ്മെപ്പോലെ ഇന്നലെ വരെ കളിക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഏർപ്പെടുകയും ചെയ്ത മനുഷ്യർ, മുസ്ലിങ്ങൾ ഭീകരമായി കൊല ചെയ്യപ്പെട്ടു എന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും നേടാനായോ? 10,000-കണക്കിന് വീടുകൾ തകർക്കപ്പെട്ടു എന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും നേടാനായോ? ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി വീടില്ലാതെ, കുടിലില്ലാതെ, മേൽക്കൂരയില്ലാതെ, ഒരു നേരം സൂര്യതാപത്തിൽ നിന്നോ തണുപ്പിൽ നിന്നോ രക്ഷപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാൻ ഒരിടമില്ലാതെ കഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്തെങ്കിലും നേടിയോ എന്ന് ചോദിച്ചിട്ട് ഫലസ്തീനിലെ വിശ്വാസികളായ സമൂഹം നടത്തിയ ഐതിഹാസികമായ ഒരു പോരാട്ടത്തെ, ഒരു ചെറുത്തുനിൽപ്പിനെ പരിഹാസ്യമായ ഒരു സമരമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം വളരെ പരോക്ഷമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽ തന്നെ നടക്കുന്നുണ്ട്. മുസ്ലിം നേതാക്കന്മാരും മുസ്ലിം ഭരണാധികാരികളും ഭരണാധികാരികളുടെ ഹരിത കൊട്ടാരത്തിൽ തങ്ങളുടെ ഭാവി ജീവിതത്തിന്റെ സുന്ദരമായ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് നിഷേധികളിൽ ചിലരും മുനാഫിഖുകളിൽ ചിലരും പറഞ്ഞ ഒരു വാക്ക്, ആ വാക്ക് ഇവിടെ അനുസ്മരിപ്പിക്കപ്പെടേണ്ടി വരുന്നത്, ഇവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തകൂനു കല്ലദീന കഫറു വഖാലു ലിഇഖ്വാനിഹിം ഇദാ ളറബു ഫിൽ അർളി ഔ കാനു ഗുസ്സ ലൗ കാനു ഇൻദനാ മാ മാതു വമാ ഖുതിലു. നിങ്ങൾ നിഷേധികളെ പോലെയാകാൻ പാടില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നിഷേധികളെ പോലെ ആകരുത് എന്ന് പറഞ്ഞിട്ട് ആ നിഷേധികളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ നിഷേധികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമിന് നേരെ വാളോങ്ങി യുദ്ധം ചെയ്ത ഇസ്ലാമിന്റെ പ്രതിയോഗികളായിരുന്നുവോ അതല്ല. കപടവിശ്വാസികളും ഇസ്ലാമിനോട് സ്നേഹമുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്തവരാണോ എന്നത് വളരെയധികം പരിശോധന അറിയിക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ നിഷേധികളെ പോലെയാകാൻ പാടില്ല. കാരണം അവരുടെ പ്രത്യേകത എന്താണ്? അവർ
അവർ പറയും വഖാലൂ ലിഇഖ്വാനിഹിം ഇദാ ളറബൂ ഫിൽ അർളി ഔ കാനൂ ഗുസ്സൽ ലൗ കാനൂ ഇൻദനാ മാ മാതു വമാ ഖുതിലൂ. അവരുടെ സഹോദരന്മാർ, അവരുടെ സുഹൃത്തുക്കൾ, അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടാൽ, യുദ്ധം ചെയ്യാൻ വേണ്ടി ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ അവർ പ്രതിയോഗികൾക്കെതിരെ പോരാടിയാൽ നിഷേധികൾ പറയും ലൗ കാനൂ ഇൻദനാ മാ മാതു വമാ ഖുതിലൂ. അവര് ഞങ്ങളെപ്പോലെ യുദ്ധം ചെയ്യാതെ മാറി നിന്നിരുന്നുവെങ്കിൽ, ഞങ്ങളെപ്പോലെ സമാധാനത്തിന്റെ പ്രതീകമായി മാറാൻ വേണ്ടി മർദ്ദക ഭരണകൂടത്തിന് നേരെ മൗനത്തിന്റെ മാളത്തിൽ അഭയം കണ്ടെത്താൻ സന്നദ്ധമായിരുന്നുവെങ്കിൽ മാ മാതു വമാ ഖുതിലൂ, അവർ മരിക്കുമായിരുന്നില്ല, അവർ വധിക്കപ്പെടുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെപ്പോലെ നിങ്ങളാകരുത്. വിശുദ്ധ ഖുർആൻ ഇത് ഇന്ന് അവതരിച്ച ആയത്തല്ല, പക്ഷേ ഈ ആയത്ത് ഇതുപോലെയുള്ള ചരിത്ര സന്ദർഭത്തിൽ നമ്മോടാണ് സംസാരിക്കുന്നത്. അവർ ഇതുപോലെ ശത്രുവിനെതിരെ മുസ്ലിം സമൂഹത്തിന്റെ നാശമാഗ്രഹിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികരിക്കുന്നതിന് പകരം ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നുവെങ്കിൽ, ഞങ്ങൾ പറയുന്നത് കേട്ടിരുന്നുവെങ്കിൽ, യുദ്ധത്തിന് പോകാതെ, ശത്രുവിനെ എതിർക്കാതെ, അവർക്ക് നേരെ ഒരു റോക്കറ്റ് പോലും, ഒരു ചെറിയ കല്ലുപോലും എറിയാതെ അവർ മൗനം പാലിച്ചിരുന്നുവെങ്കിൽ അവർ വധിക്കപ്പെടുമായിരുന്നില്ല, അവർ മരിക്കുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുകയാണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ലിയജ്അലല്ലാഹു ദാലിക ഹസ്റതൻ ഫീ ഖുലൂബിഹിം. ഇതുപോലെയുള്ള മനുഷ്യർക്ക് കുറച്ചാളുകൾ കൊല്ലപ്പെടുക, കുറച്ചാളുകൾ വധിക്കപ്പെടുക, കുറച്ച് വീടുകൾ തകർക്കപ്പെടുക എന്നതൊക്കെ വലിയ ഒരു നഷ്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് തോന്നിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു വിശ്വാസികളോട് പറയുന്നു, വല്ലാഹു യുഹ്യി വയുമീത്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് നിങ്ങൾക്ക് മരണം നൽകുന്നവനും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വലഇൻ ഖുതിൽതും ഫീ സബീലില്ലാഹ് ഔ മുത്തും ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് മരണമേറ്റുവാങ്ങുന്നതെങ്കിൽ അതൊരു നഷ്ടമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നിങ്ങൾ മരണമേറ്റുവാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ സ്വരൂപിച്ചു വെക്കുന്ന സർവ്വതിനേക്കാളും സമ്പന്നമായ അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യവും മഗ്ഫിറത്തും നിങ്ങളെ തേടി കാത്തിരിക്കുന്നു എന്ന് സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഇതൊരു ചരിത്ര പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹ്ദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തിന് ഒരുപാട് തിരിച്ചടികളേറ്റ പശ്ചാത്തലത്തിൽ ഒട്ടനവധി ആയത്തുകളിലൂടെ 10-30 പരം വരുന്ന ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തെ നിരൂപണം ചെയ്തിരിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വിശദീകരിക്കുക സാധ്യമല്ല. പക്ഷെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങളും ആ സംഭവങ്ങൾ പ്രത്യക്ഷമായ അർത്ഥത്തിൽ, പ്രത്യക്ഷ സ്വഭാവത്തിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിൽ വിജയമോ പരാജയമോ എന്ന് ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താൻ പ്രയാസമുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. ഉഹ്ദ് യുദ്ധം അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഉഹ്ദ് യുദ്ധം ചരിത്രത്തിൽ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം വിശ്വാസികളുടെ സമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കുകയായിരുന്ന കപടവിശ്വാസികളുടെ തനിനിറം തുറന്നുകാട്ടി എന്നതാണ്. ഉഹ്ദ് യുദ്ധം ചരിത്രത്തിൽ നിർവഹിച്ച വളരെ ശ്രദ്ധേയമായ മറ്റൊരു ദൗത്യം വിശ്വാസികളോടൊപ്പം ചേർന്ന് നിൽക്കുകയും എന്നാൽ വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതകൾ ആർജിക്കുകയും ചെയ്യുന്നതിന് പകരം അവിശ്വാസികളുടെ സ്വഭാവ സവിശേഷതകൾ ആർജിച്ച ഒരു സമൂഹത്തിന്റെ തനിനിറം തുറന്നു കാട്ടി എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ മറ്റൊരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. പക്ഷേ യുദ്ധം നടന്നിട്ടില്ല. തബൂക്ക് യുദ്ധം എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ സത്യവിശ്വാസികൾ ഒന്നടങ്കം തന്നെ വളരെയധികം പരീക്ഷിക്കപ്പെട്ടു എന്ന്
വിശുദ്ധ ഖുർആൻ തബൂക്ക് യുദ്ധത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. പരീക്ഷണം. ഒരുപാട് ആളുകൾ അവർക്ക് ഭൗതികമായ ഒട്ടനവധി താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കൃഷിയിടങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന സന്ദർഭമായിരുന്നു, പഴങ്ങൾ പഴുത്തു നിൽക്കുന്ന സന്ദർഭമായിരുന്നു. അങ്ങനെ ഒട്ടനവധി കാരണങ്ങളാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ചുവന്ന മരണത്തെ തെരഞ്ഞെടുക്കുന്നതിന് പകരം ഐഹിക ജീവിതത്തിന്റെ സുഖസമൃദ്ധിയെ തെരഞ്ഞെടുക്കാൻ സത്യവിശ്വാസികളിൽ ഒരു വിഭാഗം തീരുമാനിച്ചു. ആ തീരുമാനത്തോടുകൂടി വിശുദ്ധ ഖുർആൻ ഓരോരോ വിഭാഗത്തെയും നിരൂപണം ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. ആ തീരുമാനമെടുത്ത വിശ്വാസികൾ അവരുടെ കൂട്ടത്തിൽ തന്നെ റസൂലിന്റെ മുമ്പിൽ വന്ന് കള്ള സാക്ഷ്യങ്ങൾ, കള്ള സർട്ടിഫിക്കറ്റുകളുമായി വന്ന് ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം ഇന്ന പ്രശ്നമാണ്, അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ പറഞ്ഞിട്ട് റസൂലിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. ശരിയായ കാരണം പറഞ്ഞ് പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് റസൂലിന്റെ മുമ്പിൽ വന്ന് തങ്ങൾക്ക് സംഭവിച്ച അബദ്ധം ഏറ്റുപറഞ്ഞവരുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റുപറഞ്ഞ ചിലരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസങ്ങളോളം മാസങ്ങളോളം ബഹിഷ്കരിച്ചു. ഇസ്ലാമിന്റെ ചരിത്രഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. പക്ഷേ ഒരു വിഭാഗത്തിൽ നിന്ന്, സത്യവിശ്വാസികളിൽ നിന്ന് ആരാണ് അവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നവർ, സത്യവിശ്വാസം സ്വീകരിക്കുന്നതിന് പകരം കാപട്യത്തിന്റെ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാരാണ് എന്ന് തുറന്നു കാട്ടി എന്നതാണ് തബൂക്ക് യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഉഹ്ദ് യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ തന്നെ പ്രവാചകനോടൊപ്പം അണിചേരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് 300 ആൾ പിന്തിരിഞ്ഞു വന്നു. അതോടുകൂടി ഒരു തുറന്നു കാട്ടലുണ്ടായി. യുദ്ധത്തിന് ശേഷം റസൂലിനെയും റസൂലിന്റെ അനുചരന്മാരെയും ആക്ഷേപിച്ചു. ഇതെന്ത് ഇസ്ലാമാണ്? നിങ്ങൾ യുദ്ധത്തിന് പോയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ നഷ്ടമുണ്ടായത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടാനുള്ള കാരണം ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു. അതോടുകൂടി ചിലരുടെ തനിനിറം തുറന്നു കാട്ടപ്പെട്ടു. തബൂക്ക് യുദ്ധത്തിനും ഇത് തന്നെ സംഭവിച്ചു എന്ന് ചരിത്രം. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന സംഭവങ്ങളും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചില തുറന്നു കാട്ടലുകളാണ്. ആരാണ് മർദ്ദകരുടെ പക്ഷം നിലയുറപ്പിക്കുന്നത് എന്നും ആരാണ് മർജിതരുടെയും ഇസ്ലാമിന്റെയും പക്ഷം നിലയുറപ്പിക്കുന്നത് എന്നും തുറന്നു കാട്ടാനുള്ള ചില അവസരങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അങ്ങനെയുള്ള അവസരം ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. രക്തസാക്ഷി, ഷഹീദ് എന്ന് പറയുന്ന രക്തസാക്ഷിയെക്കുറിച്ച്, ഷഹീദിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. വലാ തക്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതം ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷികളായവരെ മരിച്ചവരായി നിങ്ങൾ സങ്കല്പിക്കരുത്. അവർ അല്ലാഹുവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് പണ്ഡിതന്മാർ നൽകിയ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില വിശദീകരണങ്ങൾ, മരണമെന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഭയമാണ് വരുന്നത്, ഭീരുവാവുകയാണ് ഒരു മനുഷ്യൻ. മരണം, ഒരു വലിയ മാറാവ്യാധി രോഗം ഇവിടെ പിടിപെട്ടിട്ടുണ്ട്, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഭീതിയിൽ, വമ്പിച്ചൊരു ഭീതിയിൽ നമ്മൾ എത്തിപ്പെടും. നമ്മൾ നിഷ്ക്രിയരാകും. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ആ രോഗം പിടിക്കാൻ സാധ്യതയുള്ളതെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോവില്ല. കച്ചവട സ്ഥാപനം നഷ്ടപ്പെട്ടാലും ശരി, ജോലി നഷ്ടപ്പെട്ടാലും ശരി, വീട്ടിൽ നിന്ന് ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നവർക്ക് മുഴുവനും തന്നെ ഒരു ഭീകരമായ രോഗം പിടിപെടുകയാണ്, അവർ ദിനേന മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടാൽ ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു മനുഷ്യനെ ഭീതിപ്പെടുത്തുകയും ആ ഭീതി കാരണം സർവ്വവും ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് മരണം. എന്നാൽ രക്തസാക്ഷിത്വം അങ്ങനെയല്ല. രക്തസാക്ഷിത്വം ഒരു മനുഷ്യനെ ഭീതിപ്പെടുത്തുന്നില്ല, ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുന്നില്ല, ഒരു മനുഷ്യനെ നിർവികാരനും നിഷ്ക്രിയനുമാക്കുന്നില്ല. മറിച്ച് പ്രതിരോധിക്കാനുള്ള, പ്രതികരിക്കാനുള്ള കരുത്തും ആവേശവുമാണ് രക്തസാക്ഷിത്വം സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ടാണ് അവർ മരിച്ചവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറയാനുള്ള കാരണമെന്ന് ഈ ആയത്തിന്റെ വിശദീകരണമായി ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയുണ്ടായി. ഒരാൾ രക്തസാക്ഷിയായി എന്ന് കേൾക്കുമ്പോൾ 100 ആളുകൾ എങ്കിൽ ഞങ്ങളും അതിന് സന്നദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങാൻ വേണ്ടി കടന്നു വരുന്നു എന്നതാണ് രക്തസാക്ഷിത്വത്തിന്റെ പ്രത്യേകത.
രണ്ടാമതായി മറ്റു ചില ആളുകൾ നൽകിയിരിക്കുന്ന വിശദീകരണം, മരണത്തോടുകൂടി ഒരു മനുഷ്യനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം അറ്റുപോകുന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഒരാൾ രക്തസാക്ഷിയാകുന്നതോടുകൂടി രക്തസാക്ഷി അയാളുടെ തലമുറയെ വർത്തമാനകാലത്തെയും ഭാവി കാലത്തും ജീവിക്കുന്ന ആയിരങ്ങളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ചില മൂല്യങ്ങൾക്ക് വേണ്ടി, ചില മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പ്രചോദനം നൽകിക്കൊണ്ട് എപ്പോഴും സജീവമായി ഈ ഭൂമിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളാവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു എന്ന് മറ്റു ചില ആളുകൾ വിശദീകരണം നൽകുന്നു. രക്തസാക്ഷി എന്ന് പറയുന്ന, ഷഹീദ് എന്ന് പറയുന്ന വാക്കിന്റെ തന്നെ അർത്ഥം സന്നിഹിതൻ, അതുപോലെ തന്നെ സാക്ഷ്യം വഹിക്കുന്നവൻ, തെളിവ് നൽകുന്നവൻ എന്നൊക്കെയാണ്. രക്തസാക്ഷി സന്നിഹിതനാണ്, അദ്ദേഹം ഒരു തെളിവ് നൽകുകയാണ്. ആ തെളിവ് നൽകുന്ന ഒരു രക്തസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ മതത്തിലും ഇസ്ലാമിലും രക്തസാക്ഷിത്വത്തെ വേർതിരിച്ചു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം, ഇസ്ലാമിൽ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അഹിതകരമായ, ദുഃഖകരമായ, വിഷമകരമായ ഒരു സംഭവമല്ല. പല സംസ്കാരങ്ങളിലും രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അഹിതകരവും ദുഃഖകരവുമായ ഒരു സംഭവമാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അഹിതകരമായ, ദുഃഖകരമായ ഒരു സംഭവമായിട്ടല്ല ഇസ്ലാം രക്തസാക്ഷിത്വത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, രക്തസാക്ഷികളെ പരിഹസിച്ചുകൊണ്ട് ചില ആളുകൾ, അവർ ഞങ്ങളെപ്പോലെ വീട്ടിലടങ്ങിയിരുന്നിരുന്നുവെങ്കിൽ അവർക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പറഞ്ഞവരെ വിശുദ്ധ ഖുർആൻ നിശിതമായി വിമർശിക്കേണ്ടി വരുന്നത്. രക്തസാക്ഷിത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൽ ശത്രു ഏൽപ്പിക്കുന്ന ഒരു ജീവഹാനി മാത്രമല്ല യഥാർത്ഥത്തിൽ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ശത്രു ഒരു വിശ്വാസിയെ കൊന്നു, ജീവഹാനിയല്ല യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വം. മറിച്ച് തികഞ്ഞ ബോധത്തോടുകൂടി, കൃത്യമായ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി, അദമ്യമായ അഭിലാഷത്തോടുകൂടി ഒരു മനുഷ്യൻ സ്വീകരിക്കുന്ന വഴിയാണത്. ശത്രു പെട്ടെന്ന് യാദൃച്ഛികമായി ഒരാളെ കൊല്ലുമ്പോഴല്ല ഇസ്ലാമിക ചരിത്രത്തിൽ രക്തസാക്ഷികൾ ഉണ്ടായത്. ബദറിലേക്കും ഉഹുദിലേക്കും തബൂക്കിലേക്കും ഹുനൈനിലേക്കും ഖന്തക്കിലേക്കും പോയ വിശ്വാസികളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ തികഞ്ഞ ബോധ്യത്തോടുകൂടി, ഉത്കടമായ അഭിലാഷത്തോടുകൂടി, അദമ്യമായ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയോടുകൂടി സ്വയം തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ആ വഴി എന്ന് കാണാൻ സാധിക്കും. ആ വഴിയെ വിമർശിക്കാൻ, ആ വഴിയെ അപഹസിക്കാൻ അധികാര താൽപര്യങ്ങളുടെ പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് സാധ്യമല്ല. ഇന്നതാണ് സംഭവിക്കുന്നത്. ഹമാസ് രക്തസാക്ഷിത്വത്തിന്റെ വഴി തെരഞ്ഞെടുത്തപ്പോൾ ഫലസ്തീൻ പ്രസിഡന്റും അദ്ദേഹത്തെ പിന്തുണക്കുന്ന അറബ് ഭരണകൂടങ്ങളും രക്തസാക്ഷികളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അവർ ഈ വഴി തെരഞ്ഞെടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, 2000-ഓളം മനുഷ്യർ കുരുതി കൊടുക്കപ്പെട്ടു, 70,000-ഓളം ഭവനങ്ങൾ തകർക്കപ്പെട്ടു, ലക്ഷക്കണക്കിന് വിശ്വാസികൾ അഭയാർത്ഥികളായി എന്ന് പറഞ്ഞിട്ട് ഫലസ്തീൻ ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരിയും അദ്ദേഹത്തെ പിന്തുണക്കുന്ന അറബ് ഭരണാധികാരികളും അവർക്കനുകൂലമായി സംസാരിക്കുന്ന ലോകത്തുള്ള ഒരുപാട് മുസ്ലിം ചിന്തകന്മാരും ഈ പരിഹാസ്യവാക്കുകളാണ് ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഇന്ന് ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. രക്തസാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധം പോലുമല്ല എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ഘട്ടങ്ങളിൽ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ അലി ശരീഅത്തി ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, രക്തസാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധം പോലുമല്ല ചിലപ്പോൾ, മറിച്ച് ആരാണ് അക്രമിയെന്നും ആരാണ് മർദ്ദകനെന്നും ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവനെന്നും സമൂഹത്തിൽ തുറന്നു കാട്ടുന്ന, സമൂഹത്തിന്റെ മുമ്പിൽ യഥാർത്ഥ സ്വഭാവത്തിൽ തുറന്നു കാട്ടുന്ന ചരിത്രത്തിലെ ഒരു പ്രത്യേക സന്ദർഭമാണ് യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വമെന്ന് അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. സമൂഹത്തിൽ മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആരാണ് മർദ്ദകരുടെ പക്ഷം നിലയുറപ്പിക്കുന്നത്, ആരാണ് അക്രമിയുടെ പക്ഷം നിലയുറപ്പിക്കുന്നത്, ആരാണ് തിന്മയുടെ പക്ഷം നിലയുറപ്പിക്കുന്നത് എന്ന് തുറന്നു കാട്ടേണ്ടി വരും ചില ഘട്ടങ്ങളിലെങ്കിലും. കാരണം ഇസ്ലാമിനെ നശിപ്പിക്കുന്നവർ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, കഴിഞ്ഞ ഖുതുബയിൽ ക്രൈസ്തവ ജൂത മതങ്ങളുടെ ചരിത്രം സൂചിപ്പിക്കുകയുണ്ടായി.
മഹാനായ സക്കരിയ അലൈഹിസ്സലാമിനെയും മഹാനായ യഹിയ അലൈഹിസ്സലാമിനെയും ഭീകരമായി ഗളഹസ്തം ചെയ്ത, അവരുടെ ശിരസ് ഛേദിച്ച ഭരണാധികാരിയെ കുറിച്ച് പറയുകയുണ്ടായി. മഹാനായ യഹിയ അലൈഹിസ്സലാമും സക്കരിയ അലൈഹിസ്സലാമും രക്തസാക്ഷിയായപ്പോൾ ജൂതമതസ്ഥന്മാർക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ സാധിച്ചു: ഈ ഭരണാധികാരികൾ അക്രമിയാണ്, മർദ്ദകനാണ്. അത് തിരിച്ചറിയാൻ ഒരു രക്തസാക്ഷിത്വം ചരിത്രത്തിൽ ആവശ്യമായി വന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ ഇമാം ഹുസൈൻ, ഇതൊരു മുഹറം മാസമാണ്, ഇതുപോലെയുള്ള ഒരു മുഹറം മാസത്തിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 72ഓളം കുടുംബാംഗങ്ങളും കർബലയിൽ രക്തസാക്ഷികളായി മാറി. അവരുടെ യുദ്ധം വിജയിച്ചിട്ടില്ല, അവർ യുദ്ധത്തിൽ യാതൊന്നും നേടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ സംസാരിക്കുന്ന, നിങ്ങൾ എന്ത് നേടി എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, അവർ ഒന്നും നേടിയിട്ടില്ല. സിയാദിന്റെ ഈ ഭരണകൂടത്തെ മുആവിയ അവരോധിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പുത്രൻ യസീദ് ബിൻ മുആവിയയുടെ മർദ്ദക ഭരണകൂടത്തെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ മഹാനായ ഇമാം ഹുസൈൻ മക്കയിൽ നിന്നും കർബലായിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്: ഞാൻ മരണത്തിന്റെ വായിലേക്ക് പോവുകയാണ്, ഞാൻ ചുവന്ന മരണം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി അയാൾ രക്തസാക്ഷിയാണ് മഹാനായ ഇമാം ഹുസൈൻ. അദ്ദേഹത്തിന്റെ പിഞ്ചു കുഞ്ഞുപോലും, ചെറിയ കുഞ്ഞുപോലും, അദ്ദേഹത്തിന്റെ ആ പിഞ്ചു കുഞ്ഞുപോലും യുദ്ധക്കളത്തിൽ ക്രൂരമായി വധിക്കപ്പെട്ടപ്പോൾ, അവരുടെ ചോര വാർന്നൊഴുകിയപ്പോൾ സമൂഹത്തിന് ഒരു കാര്യം തിരിച്ചറിയാൻ സാധിച്ചു: ആരാണ് മർദ്ദകരെന്ന്. ഇസ്ലാമിന്റെ പേരിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഡമാസ്കസിലെ പച്ച മാർബിൾ പതിച്ച ഹരിത കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന മതപണ്ഡിതന്മാർ, ആ ഹരിത കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് പ്രവാചകന്റെ ഒട്ടനവധി സഹാബാക്കളെ ക്രൂരമായി കൊന്നൊടുക്കിയ യസീദിനെ പോലെയുള്ള മർദ്ദക ഭരണാധികാരികൾ, ആ മർദ്ദക ഭരണാധികാരികളുടെ തനിനിറം തുറന്നുകാട്ടി എന്നല്ലാതെ ആ വിപ്ലവത്തിലൂടെ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു മാറ്റവും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഒരു പാഴായ രക്തസാക്ഷിത്വമല്ല. ചരിത്രത്തിൽ മർദ്ദക ഭരണകൂടത്തിനെതിരെ പ്രവാചകൻ മഹാനായ ഖലീഫമാരിലൂടെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലൂടെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലൂടെ പ്രവാചകന്റെ പിൻഗാമികൾ കാഴ്ചവെച്ച മഹനീയമായ ഒരു ഇസ്ലാമിക സംസ്കൃതി ഉണ്ടായിരുന്നു, മാതൃകാപരമായ ഒരു ഇസ്ലാമിക സംസ്കൃതി. ആ സംസ്കൃതിക്ക് തുല്യമായ ഒരു സംസ്കാരം ലോക ചരിത്രത്തിൽ നമുക്കൊരിക്കലും സാധ്യമല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് പച്ച മാർബിൾ കൊണ്ട് വിരിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിൽ ജീവിച്ചവനായിരുന്നില്ല. ഈന്തപ്പനയോലകളിൽ ഉറങ്ങിക്കൊണ്ട് ആ പാടുകൾ ശരീരത്തിൽ വീഴ്ത്തപ്പെട്ട ഒരു ഭരണാധികാരി, പാവങ്ങളിൽ പാവങ്ങളുടെ ദുരിതങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മദീനയിലെ തെരുവീഥികളിലൂടെ നടന്ന ഭരണാധികാരികൾ, സമൂഹത്തിൽ വളരെ വിനയത്തോടുകൂടി മാതൃകാപരമായി ജീവിച്ചവർ, ബൈത്തുൽ മാലിന്റെ സ്വത്ത് തങ്ങളുടെ സ്വത്തുമായി ചേർന്നു പോകുമോ എന്ന ഭയം കാരണം ബൈത്തുൽ മാലിലെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വെച്ച് പുലർത്തിയവർ, തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കാരണം ഇസ്ലാമിക സമൂഹത്തിന് ഉപദ്രവമുണ്ടാകുമോ എന്ന ഭയം കാരണം സംസാരിക്കുമ്പോൾ സൂക്ഷ്മത പാലിച്ചവർ, പണ്ഡിതന്മാരോട് കൂടിയാലോചിച്ചവർ, ഇങ്ങനെയുള്ള മഹത്തായ ഒരു സംസ്കാരത്തെ ലോകത്തിന് പകർന്നുകൊടുത്ത മഹാന്മാരായ ഖലീഫമാരുടെ ശേഷം മർദ്ദകരായ ഭരണാധികാരികൾ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ചുവന്ന മരണം അഥവാ രക്തസാക്ഷിത്വം തെരഞ്ഞെടുക്കേണ്ടി വന്നു ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കുന്ന അവർ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ നാവിക സേനയെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി അവർ ഒരുക്കി വെച്ചു. ചരിത്രത്തിൽ ആദ്യമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു. എങ്കിലും ഇവർ ഇസ്ലാമിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിലും, ഇവർ ഇസ്ലാമിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിലും ഇവർ മർദ്ദകരാണ് എന്ന് ചരിത്രത്തിന് മുമ്പിൽ തുറന്നു കാട്ടി എന്നതാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ച ദൗത്യം. ഇതേ ദൗത്യമാണ് പിൽക്കാലത്തും ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ പല സ്വഭാവത്തിൽ നിർവഹിച്ചു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ
അമവി കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇറാഖിലെ ഗവർണറാക്കാൻ വേണ്ടി ഇറാഖിലെ ഗവർണറായിരുന്ന ഇബ്നു ഹുബൈറ ജഡ്ജിയാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. മർദ്ദകനായ ഭരണാധികാരിയുടെ കീഴിൽ ഞാൻ ജഡ്ജിയാകാൻ ഒരുക്കമല്ല. അവർ അദ്ദേഹത്തെ പീഡിപ്പിച്ചു, പ്രഹരിച്ചു. പിൽക്കാലത്ത് മറ്റൊരു ഭരണാധികാരി, അബ്ബാസി ഭരണാധികാരി മൻസൂർ, അദ്ദേഹത്തോട് ഇസ്ലാമിക രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആകാൻ വേണ്ടി കൽപ്പിച്ചു. അദ്ദേഹം സ്വീകരിച്ചില്ല. കൊട്ടാരങ്ങളിൽ നർത്തകിമാരെയും കൊട്ടാരങ്ങളിൽ മദ്യവും വിളമ്പിക്കൊണ്ട് ജീവിക്കുന്ന ഈ അബ്ബാസി ഭരണകൂടം, അവർ ഞാൻ ഇവിടെ ഒരുപാട് തവണ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ടാകാം. ഇന്ത്യയിലേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി സൈനികരയച്ചിട്ടുണ്ടാകാം. പക്ഷേ അവർ മർദ്ദകരാണ്. ഈ മർദ്ദകരുടെ കൊട്ടാരത്തിന് കീഴിൽ ചീഫ് ജസ്റ്റിസ് ആകാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ വിസമ്മതം രേഖപ്പെടുത്തി. അദ്ദേഹത്തെ പ്രഹരിച്ചു, പീഡിപ്പിച്ചു, ജയിലിലടച്ചു. അവസാനം ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പരാജയമായിരുന്നില്ല. ചരിത്രത്തിൽ മർദ്ദകരായിരുന്നു ഇവർ. ഇസ്ലാമിന്റെ ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ കയ്യിലെന്തിക്കൊണ്ട് ഖുർആനിക കൽപ്പനകൾക്കെതിരെ സംസാരിച്ചവരായിരുന്നു ഇവർ എന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞു എന്നതാണ് അദ്ദേഹം നിർവഹിച്ച ചരിത്രത്തിലെ പ്രസിദ്ധമായ ദൗത്യം. അതിനുശേഷം മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആർക്കും ജനങ്ങളെ ബലാത്കാരം ഭരിച്ചുകൂടാ എന്ന് മർദ്ദക ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് സംസാരിച്ചു. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ഭരണകൂടത്തോട് പ്രതിഷേധിച്ചു എന്ന കാരണം പറഞ്ഞിട്ട് മദീനയിലെ ഗവർണർ ജഅഫർ ബിൻ മുഹമ്മദ് ചമ്മട്ടി കൊണ്ടടിച്ചു അദ്ദേഹത്തെ എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തെ കൊട്ടാരത്ത് വിളിച്ചു ചേർത്തിട്ട് ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ എന്നൊരു പ്രത്യേകമായ വാദം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിവിടെ വിശദീകരിക്കാൻ സമയമില്ല. ഏതായാലും ഖുർആനുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ മുഅ്തസില ചിന്താഗതിക്കാർ ഉന്നയിച്ച ഒരു വലിയ വാദത്തെ നിരാകരിച്ചു എന്ന കാരണത്താൽ വാസിഖ് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും കാരാഗൃഹത്തിലടക്കുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ നിലയുറപ്പിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ പീഡിപ്പിക്കപ്പെട്ടു. എങ്കിലും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ചില ഭരണാധികാരികൾ മോചിപ്പിച്ചു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. 4 ഖലീഫമാരുടെ ഈ ഉജ്ജ്വലമായ ചരിത്രം, നാല് ഇമാമുമാരുടെ ഈ ഉജ്ജ്വലമായ ചരിത്രം മർദ്ദക ഭരണകൂടത്തോടും അക്രമത്തിനും അനീതിക്കും അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നവരോടും ഇസ്ലാമിക സമൂഹം സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്ന് നമ്മോട് വിളിച്ചു പറയുകയാണ്. ശേഷം ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ മഹാനായ ഇമാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിം രണ്ടുപേരെയും ഡമാസ്കസിലെ സൈനിക ബംഗ്ലാവിൽ തടവിലടച്ചു എന്നും മഹാനായ ഇമാം ഇബ്നു തൈമിയ ആ സൈനിക ബംഗ്ലാവിലെ തടവിൽ കിടന്നുകൊണ്ടാണ് അന്ത്യശ്വാസം വലിച്ചത് എന്നും ചരിത്രം നമ്മോട് പറയുന്നു. ഷാഫി മദ്ഹബിലെ തന്നെ പ്രസിദ്ധ ഇമാമുകായിരുന്ന ഇമാം ബുവൈത്തി ബാഗ്ദാദിലെ തടവറയിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത്. അങ്ങനെ തടവറയിൽ കിടന്നു മരിച്ച ഒട്ടനവധി രക്തസാക്ഷികൾ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായി. അവരുടെ ശ്രമം പാഴ്ശ്രമമായിരുന്നു. അവരിങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ പദവി സ്വീകരിച്ചുകൊണ്ട് അബ്ബാസികളുടെയും അമവികളുടെയും രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ നടപ്പാക്കാൻ അവർക്ക് ശ്രമിച്ചുകൂടെ എന്ന് ആലോചിക്കുന്നവരുണ്ടാകാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. ഹമാസിനെ പോലെയുള്ള പോരാട്ട പ്രസ്ഥാനങ്ങൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അവർ വലിച്ചു നീട്ടുന്ന ഔദാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സമാധാനത്തോടുകൂടി ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പ്രസിദ്ധ പണ്ഡിതന്മാരോടും ചിലർ ഒരുപക്ഷെ ചോദിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ആ ചോദ്യത്തിന് അവർ നിന്നില്ല. കാരണം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹം രക്തസാക്ഷിത്വത്തിലൂടെ ഒരുപക്ഷെ ഭൗതികമായ അർത്ഥത്തിൽ ഒരു വിജയം നേടാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വന്നില്ല എന്ന് വന്നേക്കാം. ഭൗതികമായ അർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം നയിക്കുന്ന ഒരു പോരാട്ടം പരാജയപ്പെട്ടു എന്ന് വന്നേക്കാം. എങ്കിലും മർദ്ദകരെയും ഇസ്ലാമിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നവരെയും ചരിത്രത്തിൽ തുറന്നു കാട്ടുക എന്ന ചരിത്രപ്രസിദ്ധമായ ഒരു ദൗത്യത്തിന് എല്ലാ പോരാട്ടങ്ങൾക്കും നിർവഹിക്കാനുണ്ട്. അത് നിർവഹിച്ചു എന്നതാണ് ഇന്നത്തെ സമകാലിക ലോകത്ത് നടന്ന ഇസ്രയേൽ വംശഹത്യയുടെയും ഏറ്റവും വലിയ പ്രത്യേകത.
ഇവിടെ സൂചിപ്പിച്ചതുപോലെ വംശഹത്യയുടെ നാളുകളിലും ആ വംശഹത്യക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന ഭരണകൂടങ്ങളുടെ തനിനിറം തുറന്നു കാട്ടാനായി മുസ്ലിം രാജ്യങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ടൊരു യോഗം പോലും ചേരാനായില്ല. ഒരു യോഗം തന്നെ വിളിച്ചു ചേർത്തപ്പോൾ ഖാദിമുൽ ഹറമൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കഅബാലയത്തിന്റെയും പ്രവാചകന്റെ ഭവനത്തിന്റെയും സംരക്ഷകനായി അറിയപ്പെടുന്ന ഭരണാധികാരികൾ പോലും അതുപോലെയുള്ള യോഗങ്ങളിലോ അതുപോലെയുള്ള ചർച്ചകളിലോ സന്നിഹിതരായില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈജിപ്തിലെയും ജോർഡാനിലെയും ഭരണാധികാരികൾ ഇസ്രയേലിനു വേണ്ടി ഫലസ്തീൻ മക്കളെ ഒറ്റുകൊടുത്തു. ഫലസ്തീനിലുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ജീവിക്കുന്ന സങ്കേതങ്ങളേത്, അവർ എവിടെയാണ് താമസിക്കുന്നത്, അവരുടെ വീടെവിടെ, അവരുടെ പ്രതിരോധ ആസ്ഥാനങ്ങൾ എവിടെ എന്ന് ശത്രുവിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഫലസ്തീനിലെ ഭരണകൂടം എന്ന് നമ്മോട് വാർത്താ മാധ്യമങ്ങൾ പറയുന്നു. ഇത്തരമൊരു ചരിത്രഘട്ടത്തിൽ ഇതുപോലെയുള്ള രക്തസാക്ഷിത്വം മർദ്ദകരെയും അക്രമികളെയും നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുക എന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ ദൗത്യമാണ് നിർവഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പറയുക, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. വിശ്വാസികളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ സന്തതികൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, നിങ്ങൾ അങ്ങേയറ്റം പ്രേമിച്ചു പോയ നിങ്ങളുടെ ഭവനങ്ങൾ, ഇതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നതിനേക്കാളും പ്രിയങ്കരമെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ ശിക്ഷ വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനയുടെ രൂപത്തിൽ നിങ്ങളെ പിടികൂടുന്ന സന്ദർഭം നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു മർദ്ദകരെ, അക്രമികളെ, ധിക്കാരികളെ, തോന്നിയവാസികളെ ഒരിക്കലും തന്നെ നേരായ മാർഗത്തിലൂടെ നയിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് മുസ്ലിം നാടുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനം. അമേരിക്കയുടെയും ബ്രിട്ടനിലും നിക്ഷേപിച്ചിരിക്കുന്ന വമ്പിച്ച സമ്പത്തുക്കൾ, കൊട്ടാരങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജകുമാരന്മാരുടെയും അവരുടെ രാജകുമാരന്മാരുടെയും ഒക്കെ സമ്പത്തുകൾ, അത് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാഹി ലൗ അലൗ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാറ അലാ അൻ അത്റുക ഹാദൽ അംർ, അല്ലാഹുവാണ് സത്യം, ഒരു കയ്യിൽ വലം കയ്യിൽ സൂര്യനെയും ഇടം കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നിട്ട് നീ ഈ ഇസ്ലാമിനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അല്ലാഹു ഈ ഇസ്ലാമിനെ ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞൊരു പ്രവാചകന്റെ അനുചരന്മാർ ഇന്ന് വലങ്കയിലും ഇടങ്കയിലും മാത്രമല്ല എല്ലാ ബാങ്കുകളിലും സമ്പത്ത് സമ്പാദിച്ചു വെച്ചിട്ട്, എല്ലാ നാടുകളിലും നിക്ഷേപങ്ങൾ ഇറക്കി വെച്ചിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത്തരം ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ മർദ്ദകനാരാണ് എന്ന് തിരിച്ചറിയാൻ ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ കാരണമായിത്തീരുന്നു എന്നത് തന്നെയാണ് ഈ വർത്തമാനകാലത്തെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ പോരാട്ടത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, രക്തസാക്ഷിത്വം എന്ന ഷഹീദ് എന്ന വാക്കിന് സന്ദേശവാഹകൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. നിങ്ങൾക്ക് ചുവന്ന മരണത്തെ തെരഞ്ഞെടുക്കാൻ സാധ്യമല്ല എങ്കിൽ, ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാൻ സാധ്യമല്ലെങ്കിൽ, ഇസ്ലാമിന്റെ സന്ദേശവാഹകരെങ്കിലുമായിട്ട് സമൂഹമധ്യേ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നുകിൽ ചുവന്ന മരണത്തെ ഫലസ്തീനികൾ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ സന്ദേശവാഹകരെങ്കിലുമായി മാറാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചവരാണ് നാം. അതെങ്കിലും ചെയ്യാൻ നാം ബാധ്യസ്ഥനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളും പാളിച്ചകളും വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി രക്തസാക്ഷികളാകുന്ന വിശ്വാസികൾക്ക് അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. മർദ്ദകരുടെയും അക്രമികളുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് ഇത് മർദ്ദനമാണ് എന്നും അക്രമമാണ് എന്നും തുറന്നു പറയാനുള്ള ഉദവി, ആർജവം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തെ അക്രമികളായ ഭരണകൂടത്തിന്റെ വരുതിയിൽ നിന്ന് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലിമത്തിൻ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെയും ഇറാഖിലെയും അഫ്ഗാനിലെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെയും വിശ്വാസികൾക്ക് വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الفسق والفاسقين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ثبت أقدامنا في سبيلك يا رب العالمين. اللهم ارحمنا يا أرحم الراحمين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم دمر أعداءك وأعداء الدين. اللهم انصر من نصر الإسلام يا رب العالمين. اللهم خذل من خذل الإسلام يا رب العالمين. اللهم انصر المجاهدين المسلمين في كل مكان يا رب العالمين. اللهم انصر المسلمين في كل مكان يا رب العالمين. اللهم انصر إخواننا المجاهدين في فلسطين يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.